ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2 അതായിരുന്നല്ലോ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രയേലിനെതിരെ നടന്ന വ്യോമാക്രമണം, മിസൈൽ ആക്രമണം. ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും ശബ്ദാതിവേഗമുള്ള മിസൈലുകളും എല്ലാം ചേർന്നുകൊണ്ട് 182 മിസൈലുകളാണ് ഇറാൻ ഇസ്രയേലിന് നേരെ തൊടുത്തുവിട്ടതും. അതിൽ ഏറെയും ലക്ഷ്യത്തിൽ പതിച്ചു എന്ന് ഇറാനും അതിൽ മിക്കതും ഭേദിച്ചു എന്ന് ഇസ്രയേലും അവകാശപ്പെടുന്നു. അതങ്ങനെ നിൽക്കട്ടെ. പക്ഷേ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷവും ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടായിട്ടില്ല. പക്ഷെ ഉണ്ടാകാനുള്ള എല്ലാ ബിൽഡപ്പും ഉണ്ട്. ഈ കഴിഞ്ഞ 24 മുതൽ 30 മണിക്കൂർ വരെയുള്ള സമയത്ത് സംഭവിച്ച നയതന്ത്ര നീക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട് സംഭവിച്ച പ്രസ്താവനാ സാഹിത്യവും എല്ലാം ചൂണ്ടിക്കാട്ടുന്നത് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി ഇമ്മിനൻ്റ് ആണ്. അപ്പോൾ ഇവിടെ വിശകലനം ചെയ്യുന്ന യുദ്ധത്തിൻ്റെ ഗതി എങ്ങോട്ടാണ് പോകുന്നത് എന്ന ഒരു വിശകലനമാണ് മറ്റൊരു വീഡിയോയിലൂടെ അയൽ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും വൻ ശക്തികളുടെയും എല്ലാം തന്നെ പ്രതികരണവും ലോക വ്യവസ്ഥയിൽ വരാൻ പോകുന്ന മാറ്റവും മറ്റൊരു വീഡിയോയിൽ പറയാനുള്ളത് കൊണ്ട് ഞാൻ മറ്റ് രാജ്യങ്ങളെ, ചൈന, അമേരിക്ക, റഷ്യ അങ്ങനെയുള്ള മറ്റ് രാജ്യങ്ങളെ ഈ വീഡിയോയുടെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നില്ല. യഥാർത്ഥ യുദ്ധരംഗം ഇവിടെ ഫോക്കസ് ഇറാൻ ആൻഡ് ഇസ്രായേൽ മാത്രമാണ്. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ വിഖ്യാതമായ ഏരിയൽ ഡിഫൻസ് സിസ്റ്റം, അയൺ ഡോം എന്ന് പൊതുവെ പറയുന്ന ഒരു സിസ്റ്റം, 3 ലെയർ പ്രതിരോധ സിസ്റ്റമാണ്. ഇസ്രായേൽ എപ്പോഴും അയൽ പ്രദേശങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് പലസ്തീനിൽ നിന്നും അതുപോലെ ഗസയിൽ നിന്നും ലെബനൻ്റെ തെക്കൻ പ്രദേശങ്ങളിൽ നിന്നും എല്ലാം വരുന്ന മിസൈലുകൾ, അതെല്ലാം ഷോർട്ട് റേഞ്ച് റോക്കറ്റുകളാണ്. മൊളോട്ടോവ് കോക്ടെയിലുകളും റോക്കറ്റുകളും പീരങ്കി ഷെല്ലുകളും എല്ലാം തന്നെയാണ്. അതിനെ തടുക്കുന്നതിന് ഒരു ഔട്ടർ ലെയറുണ്ട്. അത് അയൺ ഡോമിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ 1500-2000 കിലോമീറ്റർ അകലെ നിന്നും, അത് ഹൂതികളുടെ യമനാകട്ടെ അല്ലെങ്കിൽ ഇറാനാകട്ടെ, അവിടെ നിന്നും വരുന്ന ലോങ് റേഞ്ച് മിസൈലുകളെ തകർക്കാനായി തീർച്ചയായും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് പ്രതിരോധ സംവിധാനം വേണം. അതുകൊണ്ടാണ് ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ആരോ 3 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം വികസിപ്പിച്ചെടുത്തത്. ആരോ സംവിധാനം കുറച്ച് ഏറെ ചിലവുള്ളതാണ്. ഈ ഒരു സീരീസ് ഓഫ് ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ ബാറ്ററി, ഇതാണ് ആരോ 3. അപ്പോൾ ആരോ 3 സാമാന്യം ഫലപ്രദമായി ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള മിസൈലുകളെ പ്രതിരോധിച്ചതുകൊണ്ടാണ് കാഷ്വാലിറ്റി ലെവലെ കുറച്ച് നിർത്താൻ കഴിഞ്ഞത്. പക്ഷെ നമുക്കിപ്പോഴും കൃത്യമായി അറിയില്ല എത്ര മിസൈലുകൾ ലക്ഷ്യത്തിൽ പതിച്ചു എന്നോ ആൾനാശം ഉണ്ടായിട്ടുണ്ടോ എന്നോ ഉള്ള കണക്കുകൾ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പറയുന്നത് ഒരു കാഷ്വാലിറ്റിയും അവിടെ ഇല്ല എന്നാണ്. അത് പൊതുവെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഒരുപക്ഷെ കാര്യമായ ആൾനാശം ഉണ്ടായിരിക്കാനുള്ള സാധ്യതയില്ല. ഇറാൻ ടാർഗറ്റ് ചെയ്തത് സിവിലിയൻ കേന്ദ്രങ്ങളല്ല, മറിച്ച് സൈനിക ഔട്ട് പോസ്റ്റുകളും അതുപോലെ ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിൻ്റെ ടെല്ലവീവിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ആസ്ഥാനവുമാണ്. അതുകൊണ്ട് എത്രത്തോളം ഡാമേജുകളാണ് അവിടെ വന്നത് എന്ന് കൃത്യമായ കണക്കില്ല. പക്ഷേ തിരിച്ചടിക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചു. അത് പ്രഖ്യാപനത്തിൻ്റെ രൂപത്തിൽ വന്നു. അത് സ്വാഭാവികമാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ശക്തമായ പ്രസ്താവന വന്നു, പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവന വന്നു. തിരിച്ചടിക്കുന്നുണ്ട് എങ്കിൽ അത് ഏതെല്ലാം ലക്ഷ്യത്തിൽ ആയിരിക്കാനാണ് സാധ്യത, അതേക്കുറിച്ചൊരു അന്വേഷണം അനിവാര്യമായി വന്നിരിക്കുന്നു. ഇസ്രയേലിൻ്റെ ഭാഗത്ത് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായ സ്ഥിതിക്ക് ആ തിരിച്ചടിയെ മയപ്പെടുത്തുന്ന ഒരു തിരക്കിലാണ് അമേരിക്ക ഇസ്രയേലിനെ പിന്തുണ പ്രഖ്യാപിച്ചുവെങ്കിലും ഇറാൻ അഗ്രസറായി കണക്കാക്കിക്കൊണ്ട് ഈ ആക്രമണത്തെ അമേരിക്ക അപലപിച്ചുവെങ്കിൽ പോലും തിരിച്ചടിക്കുമ്പോൾ ആണവ കേന്ദ്രങ്ങളെ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ജോ ബൈഡൻ വെച്ചിട്ടുണ്ട്. അത് ഇസ്രായേൽ പാലിക്കാൻ ബാധ്യസ്ഥരാണോ, അവരത് പാലിക്കുമോ, പാലിച്ചില്ലെങ്കിൽ അമേരിക്ക എന്ത് ചെയ്യും മുതലായ ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. പക്ഷേ ഇസ്രായേലിൻ്റെ ആക്രമണം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ സംഭവിച്ചാൽ എന്താണ് സംഭവിക്കുക? 8 ആണവ കേന്ദ്രങ്ങളാണ് ഇറാനുള്ളത്. അതിൽ തന്നെ പലതും ആഴത്തിലുള്ള ഭൂഗർഭ നിലകളിലാണ്. പല ആണവ കേന്ദ്രങ്ങൾക്കും 350 അടിയിലേറെ താഴ്ചയുള്ള ആണവ കേന്ദ്രങ്ങളുണ്ട്. അവിടെയാണ് ഇതിൻ്റെ സമ്പുഷ്ട യുറേനിയത്തിൻ്റെ ശുചീകരണവും അതുപോലെയുള്ള കാര്യങ്ങളുമെല്ലാം നടക്കുന്നത്. ഇത് പെനിട്രേറ്റ് ചെയ്യാൻ തക്ക ബോംബുകൾ ഇന്ന് ലോകത്ത് ആരുടെയും കൈവശമില്ല. ബങ്കർ ബസ്റ്ററുകൾക്ക് ഏതാനും മീറ്ററുകൾ താഴേക്ക് പോകുമെന്നല്ലാതെ 320-330 അടി താഴേക്ക് പോകാൻ കപ്പാസിറ്റിയുള്ള ബോംബുകളും ബോംബറുകളും ഇല്ല എന്നതാണ് വാസ്തവം. അതുമാത്രമല്ല, അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിന് ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ മിസൈലുകളായി ആവില്ല,
വിമാനങ്ങൾ തന്നെ വേണ്ടി വന്നേക്കാം. ആ വിമാനങ്ങൾക്ക് ഇറാൻ്റെ വ്യോമ പ്രതിരോധ മേഖല കടന്ന് ഈ ആണവ നിലയങ്ങൾക്ക് നേരെ എത്താൻ സാധിക്കുമോ? മുൻ ചരിത്രമുണ്ട്. അപ്രതീക്ഷിതമായ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇറാഖിലെ ഒസറിസ് പ്ലാന്റിനെതിരെ അപ്രതീക്ഷിതമായ ആക്രമണം നടത്തി. അങ്ങനെയാണ് ഇറാഖിൻ്റെ ആണവമോഹം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പൊലിഞ്ഞു പോകുന്നത്. അങ്ങനെയാണ്. പക്ഷേ ഇറാൻ ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നത് കൊണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്ത് വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വ്യോമ ആക്രമണം പ്രായോഗികമാണ് എന്ന് ഇപ്പോൾ കരുതാനാവില്ല. പിന്നെയുള്ളത് മിസൈൽ ആക്രമണമാണ്. അത് പ്രതിരോധിക്കാനുള്ള സംവിധാനം ഇറാനുമുണ്ട്. ഇസ്രായേൽ പ്രതിരോധിച്ചതുപോലെ തന്നെ ഇറാൻ്റെ പക്കലും പ്രതിരോധത്തിനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് ആണവ കേന്ദ്രങ്ങൾ തൽക്കാലം ആക്രമണവിധേയമാവില്ല എന്ന് തന്നെ കരുതാം. അത് അറ്റകൈ പ്രയോഗമാണ് ആണവ നിലയങ്ങളെ ആക്രമിക്കുന്നത്. അത് മാത്രമല്ല, അതുകൊണ്ടുണ്ടാകാൻ സാധ്യതയുള്ള ആണവ വികിരണം ആ ഇറാൻ്റെ തന്നെ നാശത്തിനും ചുറ്റുപാടുമുള്ള രാജ്യങ്ങളുടെ നാശത്തിനും ലോകത്തിൻ്റെ തന്നെ വലിയ തോതിലുള്ള ആണവ വികിരണം ലോകത്തിൻ്റെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ഹിരോഷിമയ്ക്ക് ശേഷം അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. ഫുക്കുഷിമ ആണവ നിലയത്തിൽ ചെറിയ തോതിൽ സുനാമിയിൽ നാശം സംഭവിച്ചപ്പോൾ ലോകത്തിനുണ്ടായ ആശങ്ക നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, ചെർണോബിൽ ദുരന്തം അതൊരു സ്വാഭാവിക ദുരന്തമാണ്. അത് റഷ്യയിൽ അന്ന് നടന്നപ്പോൾ സംഭവിച്ച ഒരു ആണവ വികിരണവും ലോകം കണ്ടറിഞ്ഞതാണ്. വളരെ വൈകിയെങ്കിലും ലോകം അത് അനുഭവിച്ചതുമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സാഹസത്തിന് ഇസ്രായേൽ പുറപ്പെടില്ല എന്നും വെളിയിട്ടനായ അമേരിക്ക ഇസ്രായേലിനെ പിന്തിരിപ്പിക്കും എന്ന് കരുതാം. രണ്ടാമത്തേത് കുറച്ച് സെൻസിറ്റീവ് ടാർഗറ്റാണ്. ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് ഇറാൻ്റെ ലൈഫ് ലൈനിനെയാണ്. അതായത് ഇറാൻ്റെ വരുമാനത്തിൻ്റെ സിംഹഭാഗവും വരുന്നത് എണ്ണ പ്രകൃതിവാതക ഫീൽഡുകളിൽ നിന്നാണ്. ഇറാന് 98 എണ്ണ പാടങ്ങളാണുള്ളത്. ഈ 98 എണ്ണപ്പാടങ്ങളിൽ ഇസ്രായേൽ വിചാരിച്ചാൽ മഹാഭൂരിപക്ഷവും നശിപ്പിക്കാൻ സാധിക്കും. മിസൈൽ ആക്രമണത്തിലൂടെയോ വിമാന വഴിയുള്ള ആക്രമണത്തിലൂടെയോ ബോംബറുകളിലൂടെയോ അത് നശിപ്പിക്കാൻ സാധിക്കും. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ ഒരുപക്ഷെ ഇറാൻ്റെ സാമ്പത്തിക അവസ്ഥ മോശമാകും, ഇറാൻ പാപ്പരായി മാറും, ഒരുപക്ഷെ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാനും സാധ്യതയുണ്ട്. പക്ഷേ ഇറാൻ അയൽ ദേശങ്ങളെ കൊണ്ടേ പോകൂ. മുൻകാലങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിച്ച സമയത്ത്, അങ്ങനെ ഇറാൻ ഒരു പ്രതിസന്ധിയിലായ സമയത്ത് ഇറാൻ തങ്ങളുടെ പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ട് ടാർഗറ്റ് ചെയ്തത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ അല്ല, മറിച്ച് സൗദി അറേബ്യയാണ്. ഓർക്കൂ, ഏതാനും വർഷങ്ങൾക്ക് മുൻപേ ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ട്, ഇറാൻ പ്രോക്സികളാണല്ലോ ഷിയ മിലിഷ്യ കൂടിയായ ഹൂതികൾ, യമനിലെ ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ട് സൗദി അറേബ്യയുടെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയും റിഫൈനറികൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്യുന്ന ഒരു നയം ഒരുപക്ഷെ ഇറാൻ അറ്റകൈ പ്രയോഗം എന്നുള്ള നിലയിൽ നടത്തിയേക്കാം. യഥാർത്ഥത്തിൽ സൗദി അറേബ്യയെ ഇറാൻ്റെ ശത്രുപക്ഷത്ത് നിർത്തുന്നത് കൊണ്ടല്ല, മറിച്ച് ഇവർ തമ്മിൽ എപ്പോഴും മൂപ്പിളമ തർക്കങ്ങളുണ്ട്. അതുകൊണ്ട് എപ്പോഴും യുദ്ധത്തിൻ്റെ വഴി തിരിച്ചുവിടാനും അറബ് ലോകത്തെ ഈ സമാധാനത്തിന് പ്രേരിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രേരണ നൽകാനുമായി ഒരുപക്ഷെ അങ്ങനെ ഒരു കടന്ന കൈ പ്രയോഗം ഇറാൻ ചെയ്താൽ അത്ഭുതപ്പെടാനില്ല. അതുമാത്രമല്ല, ഈ തൊട്ടടുത്തുള്ള ഇറാൻ്റെ തൊട്ട് അടുത്തുള്ള രാജ്യങ്ങളാണ്, പേർഷ്യൻ ഗൾഫിന് തൊട്ട് തെക്കുള്ള രാജ്യങ്ങളാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും അതുപോലെയുള്ള മറ്റ് പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങൾ. അവിടെ എല്ലാം എണ്ണ സമ്പുഷ്ടമായ രാജ്യങ്ങളാണ്. ഇവിടേക്കെല്ലാം ഇറാൻ്റെ മിസൈലുകൾ നീർന്നാൽ ആ പ്രദേശമാകെ കത്തിയമരുകയും ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ അട്ടിമറിക്കുകയും ചെയ്യും. അപ്പോൾ ലോക വിപണികളിൽ ഇന്ധനം, എണ്ണ ലഭിക്കാനില്ലാതെ വന്നു കഴിഞ്ഞാൽ മറ്റിടങ്ങളിലെ എണ്ണയ്ക്ക് തീവിലയാണുള്ളത്. ഇന്ത്യ, ചൈന ഉൾപ്പെടെയുള്ള എണ്ണ ഇറക്കുമതി ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്ക് വളരെ വലിയ ആഘാതമായിരിക്കും അതുണ്ടാക്കുക. അതുകൊണ്ടാണ് സംഭവിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ എണ്ണ റിഫൈനറികളെ ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓയിൽ റിഫൈനറീസ്. ഇറാന് ഇന്ന് 10ഓളം വലിയ ഓയിൽ റിഫൈനറികളുണ്ട്. അവർ ഓയിൽ ഉൽപ്പാദനം മാത്രമല്ല റിഫൈനിങ്ങും കൂടെ നടത്തുന്നതാണ്. അങ്ങനെയുള്ള ഓയിൽ റിഫൈനറികളെ പരിമിതമായ തോതിലെങ്കിലും ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പക്ഷേ അതും ഏതാണ്ട് ഒരു അറ്റകൈ പ്രയോഗം എന്ന നിലയിൽ മാത്രമേ ഇസ്രായേൽ ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ ആദ്യം ഇസ്രായേൽ അടിക്കാൻ സാധ്യതയുള്ളത് ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയാണ്. ഇറാൻ നല്ല രീതിയിൽ ആക്രമണം പ്രതീക്ഷിക്കുന്നത് കൊണ്ട് ഇസ്രായേലിന് നേരെ 182 മിസൈലുകൾ അയക്കുമ്പോൾ അതിൻ്റെ 10 ഇരട്ടി തിരിച്ചു വരുമെന്ന് അറിയാത്ത രാജ്യമല്ല ഇറാൻ. അങ്ങനെയെങ്കിൽ ഇസ്രായേലി മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ആൻറ്റി മിസൈൽ സംവിധാനങ്ങൾ, S-400 പോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടാവും. ആ സംവിധാനങ്ങളെ നിർവീര്യമാക്കിയിട്ട് മാത്രമേ ഒരു എയർ റെയ്ഡ് സാധിക്കൂ. ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾക്ക് ഇറാൻ്റെ യുദ്ധവിമാനങ്ങളെക്കാൾ സാങ്കേതികമായി ഏറെ മികവുണ്ട്.
ആ മികവ് തീർച്ചയായും യുദ്ധഭൂമിയിൽ പ്രതിഫലിക്കുന്ന F-35 പോലെയുള്ള അത്യന്താധുനിക F-16, F-35 അമേരിക്കൻ നിർമ്മിതമായ യുദ്ധവിമാനങ്ങളുണ്ട്. അത് ഇസ്രായേൽ തന്നെ പരിഷ്കരിച്ച് അവർക്ക് തന്നെ ടൈലർ മെയ്ഡായിട്ട് എടുത്ത വിമാനങ്ങളാണ്. ആ വിമാനങ്ങളുടെ പ്രഹരശേഷി കൂട്ടണമെങ്കിൽ ഗ്രൗണ്ട് ഡിഫൻസ് സിസ്റ്റത്തെ നിർവീര്യമാക്കിയെങ്കിലേ പറ്റൂ. അപ്പോൾ ആ രീതിയിൽ ഒരു ആക്രമണം തീർച്ചയായും പ്രതീക്ഷിക്കാം. അത് മാത്രമല്ല, എപ്പോഴും യുദ്ധങ്ങളിൽ കാണുന്നത് പോലെ ഇറാൻ്റെ അല്ലെങ്കിൽ ശത്രു രാജ്യമായി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇപ്പോൾ ശത്രു രാജ്യമാണ്. ശത്രു രാജ്യത്തിൻ്റെ വ്യോമസേനയെ നിർവീര്യമാക്കുക. പല വിമാനങ്ങളും ഇപ്പോൾ ബങ്കറുകൾ ഒളിപ്പിച്ച അവസ്ഥയിലായിരിക്കും. അപ്പോൾ എയർഫീൽഡുകൾ, ഇറാൻ്റെ എയർഫീൽഡുകൾ നശിപ്പിക്കുക, ഇറാൻ്റെ റൺവേകൾ നശിപ്പിക്കുക, ഇറാൻ്റെ വിമാനങ്ങളുടെ സിംഹഭാഗവും പറന്ന് പൊങ്ങുന്നതിന് മുമ്പ് തന്നെ നശിപ്പിക്കുക. ഇതേ തന്ത്രമാണ് ഇറാഖ് യുദ്ധത്തിൽ, ഗൾഫ് യുദ്ധം 1-2 യുദ്ധങ്ങളിൽ സദ്ദാം ഹുസൈൻ്റെ വ്യോമസേനയെ നശിപ്പിക്കാനായി അമേരിക്ക ഉപയോഗിച്ച അതേ മാർഗമാണ്. ഈ മാർഗം അമേരിക്ക അന്ന് ഉപയോഗിച്ചത് വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ പറ്റി. കാരണം ഇറാൻ്റെ വ്യോമസേനയ്ക്ക് ഇറാൻ്റെ മണ്ണിൽ നിന്നും എയർഫീൽഡിൽ നിന്നും പറന്നു പൊങ്ങാൻ അന്ന് സാധിച്ചില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഈ കരയുദ്ധം മാത്രമായിരുന്നു അന്ന് ആശ്രയിക്കുന്നത്. അപ്പോൾ ഈ കരയുദ്ധം നടന്നതേയില്ല. അത് ഇസ്രായേൽ എന്ന് പറയുന്നത് കരയുദ്ധത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ള രാജ്യമല്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കരയുദ്ധം ഇറാനും സാധിക്കില്ല, ഇസ്രായേലിനും സാധിക്കില്ല. കാരണം അയൽ രാജ്യങ്ങളല്ല ഇസ്രായേലും ഇറാനും. ഏതാണ്ട് 1500 മുതൽ 2000 കിലോമീറ്റർ വരെ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ 2 രാജ്യങ്ങൾ തമ്മിൽ നേരിട്ട് അതിർത്തി പങ്കിടുന്നില്ല. അതുമാത്രമല്ല, സൈന്യങ്ങൾക്ക് കരമാർഗം ഈ 2 രാജ്യങ്ങളിലൂടെ, അതായത് ജോർദനിലൂടെയും ഇറാഖിലൂടെയും കടന്ന് ഇറാനിലെത്തുക എന്ന് പറയുന്നത് അചിന്ത്യമായ കാര്യമാണ്. അങ്ങനെ ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇറാൻ്റെ കൈവശമുള്ള ആളുകൾ, സൈനിക ബലം, അതായത് ഒരുപാട് പട്ടാളക്കാരുണ്ട്. ഇസ്രായേലിൻ്റെ പട്ടാളക്കാരേക്കാൾ ഏറെ എണ്ണം പട്ടാളക്കാരും റിസർവ് സൈന്യങ്ങളുമുണ്ട്. യാതൊരു പ്രയോജനവുമില്ല. അവർക്ക് നല്ല പീരങ്കി സംവിധാനങ്ങളുണ്ട്, അവർക്ക് കവചിത വാഹനങ്ങളുണ്ട്. ഇതെല്ലാം ഇസ്രായേലിൻ്റെ കയ്യിലുള്ള ആയുധങ്ങളെക്കാൾ കൂടുതലാണ്. എന്നാൽ കരമാർഗമല്ല, കടൽ മാർഗമല്ല, മറിച്ച് വ്യോമമാർഗത്തിൽ മാത്രമാണ് അയൽക്കാരല്ലാത്ത ഈ 2 രാജ്യങ്ങൾ ഏറ്റുമുട്ടുന്നത്. അതുകൊണ്ട് വ്യോമതാവളങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുക എന്ന് തന്നെയായിരിക്കും ലക്ഷ്യം. അവിടെ ഒരുപക്ഷെ ഇസ്രായേലിന് ഒരു ചെറിയ മേൽക്കൈ ലഭിക്കാൻ കഴിയും. കാരണം ആകാശങ്ങൾ വാഴുന്നത് ഇസ്രായേലും അമേരിക്കയുമാണ്. കാരണം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സാറ്റലൈറ്റ് സംവിധാനങ്ങൾ ഇറാൻ്റെ സംവിധാനങ്ങളെക്കാൾ ബഹുഘാതം മുന്നിലായിരിക്കാനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് ആ ഏറിയൽ സുപ്രമസി, ആകാശങ്ങളുടെ മേധാവിത്വം അവകാശപ്പെടാൻ ഇസ്രായേലിന് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ നിലനിൽക്കുന്നതും. അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ഒരു പ്രത്യാക്രമണം പ്രതീക്ഷിക്കാം. അത് 24 മണിക്കൂറിൽ സംഭവിക്കുമോ, 48 മണിക്കൂറിൽ സംഭവിക്കുമോ, ആഴ്ചകൾക്ക് ശേഷം സംഭവിക്കുമോ എന്നതാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട അതിശക്തമായ പ്രസ്താവന സാഹിത്യം ഒരു വശത്ത് നടക്കുന്നു. അതേക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യുന്നത് കൊണ്ടും നയതന്ത്ര നീക്കങ്ങളെക്കുറിച്ചും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ലോകത്തിൻ്റെ പദ്ധതികളെക്കുറിച്ചും ഐക്യരാഷ്ട്രസംഘടനയുടെ നിലപാടുകളെക്കുറിച്ചും മറ്റൊരു വീഡിയോയിൽ പറയുന്നത് കൊണ്ട് ഇപ്പോൾ ഗ്രൗണ്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ മാത്രം വിശകലനം ചെയ്യുക എന്നതാണ്. ഒരു കാര്യം കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ലെബനനിൽ ആക്രമണം തുടരുകയാണ്. ലെബനീസ് തലസ്ഥാനമായ ബെയ്റൂട്ടിൽ അതിശക്തമായ വ്യോമാക്രമണമാണ് ഇസ്രായേൽ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ അഴിച്ചുവിട്ടത്. മാത്രമല്ല, ഇസ്രായേലി സൈന്യം, കരസേന അതിർത്തി കടന്ന്, ലെബനൻ്റെ തെക്കൻ അതിർത്തി കടന്ന് ലെബൻ്റെ ഉള്ളിലേക്ക് ഏതാണ്ട് 400 മീറ്ററോളം പ്രവേശിച്ചു. അത് ശക്തമായ ചെറുത്തുനിൽപ്പ് അവിടെ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഹിസ്ബുള്ളയുടെ ഉന്നത നേതൃത്വം ഒരുപക്ഷെ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കാം ഇസ്രായേലി ആക്രമണത്തിൽ. പക്ഷേ ഹിസ്ബുള്ളയുടെ സൈനികർ, ഫൈറ്റേഴ്സ്, അവിടെ ഇപ്പോഴും സ്റ്റിഫ് റെസിസ്റ്റൻസ് ഉണ്ട്. 8 ഇസ്രായേലി സൈനികരാണ് ഈ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ലെബനൻ്റെ മണ്ണിൽ പൊലിഞ്ഞു വീണത്. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നമ്പറാണ്. 8 പേരെന്ന് പറയുമ്പോൾ ചെറുതാണെന്ന് തോന്നാമെങ്കിലും കാരണം കാഷ്വാലിറ്റി ലെവൽ കുറവാണ്. അത് മാത്രമല്ല, ഇസ്രായേലിന് വളരെ പൊള്ളുന്ന മുൻ ഓർമ്മകളുണ്ട്. 2006 ഓർമ്മകളുണ്ട്. 2006 ഇതുപോലെയുള്ള കരയാക്രമണത്തിലേക്ക് ഇസ്രായേൽ നീങ്ങിയപ്പോൾ ലെബനീസ് മിലിഷ്യകളുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ചും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് അതിശക്തമായ ചെറുത്തുനിൽപ്പുണ്ടാവുകയും അധികം മുന്നോട്ട് പോകാതെ 34 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിച്ച് ഇസ്രായേൽ പിൻവാങ്ങുകയും ചെയ്തു. അതിനെക്കുറിച്ച് അന്വേഷിച്ച ഇസ്രായേലി കമ്മീഷൻ തന്നെ വിലയിരുത്തിയത് അത് ഈ ഓപ്പറേഷൻ ഏതാണ്ടൊരു പരാജയമായിരുന്നു എന്നാണ്. അതുകൊണ്ട് ഇസ്രായേൽ ഒരുപക്ഷെ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കുറച്ചുകൂടി കെയർഫുള്ളായി മാത്രമായിരിക്കും കരസേനയുടെ വിന്യാസം. 24 അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഒരു 1 ലക്ഷത്തിലധികം അഭയാർത്ഥികൾ ഇപ്പോൾ തന്നെ ആ പ്രദേശങ്ങളിലുണ്ട്. 10 ലക്ഷത്തോളം ജനത ഇന്ന് പലായനത്തിലാണ്.
അവർ മറ്റ് രാജ്യങ്ങളിലേക്കും ലെബനൻ്റെ വടക്കൻ ഭാഗത്തേക്കും പലായനത്തിലാണ്. അതുകൊണ്ട് ഗാസയ്ക്ക് തുല്യമായ ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ആണ് ലെബനനെ കാത്തു നിൽക്കുന്നത്. ഒരു പക്ഷേ ലെബനനിലേക്ക് ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണത്തിൻ്റെ ഒരു മറുപടി എന്ന നിലയിൽ, കരയാക്രമണത്തിനുള്ള മറുപടി, ഹസൻ നസ്രള്ളയെ വധിച്ച ആക്രമണവും കരയാക്രമണം എന്നതിൻ്റെ ഒരു മറുപടി എന്ന നിലയിലാണ് ഈ വാഗ്ദാനം ഇറാൻ, അതാണല്ലോ പറയുന്നത് പ്രോമിസ്, ട്രൂ പ്രോമിസ് എന്ന് പറയുന്നത്, യഥാർത്ഥ ആത്മാർത്ഥമായ പ്രോമിസ് 2. പ്രോമിസ് 1 എന്ന് പറയുന്നത് അന്ന് കഴിഞ്ഞ ഏപ്രിലിൽ മിസൈലുകൾ അയച്ചുകൊണ്ട് ഇറാൻ ഒരു കൂട്ടം മിസൈലുകൾ ഒരുമിച്ച് അയച്ചുകൊണ്ട്, കാര്യമായ ഡാമേജ് ഒന്നുമില്ല, സൈനിക കേന്ദ്രങ്ങളെയോ സിവിലിയൻ ടാർഗറ്റിനെയോ ടാർഗറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ അത് ഓപ്പറേഷൻ പ്രോമിസ് 1 ആണ്, ട്രൂ പ്രോമിസ് 1 ബൈ ഇറാൻ. അപ്പോൾ ഇറാൻ അറബ് ജനതയ്ക്ക് അല്ലെങ്കിൽ പലസ്തീനിയൻ ജനതയ്ക്ക് നൽകുന്ന വാഗ്ദാനം എന്ന രീതിയിലാണ് ഈ മിസൈൽ ആക്രമണം. അതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ വേവ് ഓഫ് ആക്രമണം ഒക്ടോബർ 1 രാത്രി നടന്നത്. ഓപ്പറേഷൻ പ്രോമിസ്, ട്രൂ പ്രോമിസ് 2. ആ പ്രോമിസ് 2 എന്ന് പറയുന്നത്, അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇസ്രായേൽ ആണെങ്കിലും അത് ലെബനീസ് ജനതയോടും ലെബനൻ്റെ ഇറാൻ തന്നെ നട്ടുനനച്ച് വളർത്തുന്ന ഹിസ്ബുള്ളയോടുമുള്ള ഐക്യദാർഢ്യമാണ്. അങ്ങനെ ഹിസ്ബുള്ള പിടിച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ ഇറാൻ അങ്ങനെ ഒരു ആക്രമണം, കാരണം ഇറാന് നേരെ കൂടെ ഇസ്രായേൽ തിരിയുമ്പോൾ ലെബനൻ നേരെയുള്ള, ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് മൂർച്ച കുറയും എന്ന ഒരു പ്രതീക്ഷയായിരിക്കാം ഇറാനുള്ളത്. അതുകൊണ്ട് എന്താണ് ഈ രാജ്യങ്ങൾ മനസ്സിലൂടെ പോകുന്നത് എന്ന് നമുക്ക് ഊഹിക്കാൻ മാത്രമേ കഴിയൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരവസരത്തിൽ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. കരയുദ്ധം ലെബനനിലും വ്യോമമാർഗം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യുദ്ധത്തിൻ്റെ എല്ലാ സാധ്യതകളും ഇപ്പോഴും തുറന്നു കിടക്കുന്നു. ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. എസ്കലേഷൻ ഉണ്ടാകാതെ ലോക്കലൈസ് ചെയ്ത പ്രദേശത്തേക്ക് മാത്രം യുദ്ധം ഒതുങ്ങുകയും ഒക്കെ ചെയ്യുമെന്ന പ്രതീക്ഷയോടുകൂടി ഇപ്പോൾ അവസാനിപ്പിക്കട്ടെ.